UA ദുബായ് സ്റ്റുഡിയോയിൽ നിന്നാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. ഇന്ന് പതിവ് പോലെ തന്നെ ചില റിയാക്ഷൻ വീഡിയോസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇതിൽ രവിചന്ദ്രൻ പറഞ്ഞ ഒരു ക്ലിപ്പ്, അതായത് പ്രവാചകന്മാരുടെ വിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു ക്ലിപ്പാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. നിങ്ങൾ അത് ചെയ്യുമോ? ചോദ്യം ഇതാണ്. വളരെ ഇത് ഒഴിഞ്ഞു മാറില്ല ഈ ചോദ്യത്തിൽ. നിങ്ങൾ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് പോയ കാര്യമില്ല. മുഹമ്മദ് റസൂലാണെന്ന് അംഗീകരിക്കുന്നവനാണ് മുസ്ലിം. അല്ലാതെ ആദം മുസ്ലിം ആണെന്നോ എബ്രഹാം മുസ്ലിം ആണെന്നോ അല്ലെങ്കിൽ മോസസ് മുസ്ലിം ആണെന്നോ അംഗീകരിക്കുന്നോ അല്ല. താങ്കൾക്ക് ആ അഭിപ്രായം ഉണ്ടെങ്കിൽ താങ്കൾ അത് മാറ്റണം. ഇനി വേറൊരു കാര്യം, ഞാൻ ആദ്യമായിട്ട് പ്രധാനപ്പെട്ട ഒരു ഞാൻ പോസ് ചെയ്യാണ്. എനിക്കൊന്ന് ഇസ്ലാം വിമർശനം നടത്തുന്ന ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു പ്രാഥമിക വിജ്ഞാനം ഉണ്ടാക്കണം എന്നൊരു റിക്വസ്റ്റ് നമ്മൾ മുമ്പോട്ട് വെക്കുകയാണ്. ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതായത് മുഹമ്മദ് നബിയിൽ മാത്രം വിശ്വസിക്കുന്നതാണ് മുസ്ലിം, ആദം നബിയിലും മറ്റു പ്രവാചകരും വിശ്വസിക്കുന്നില്ല എന്നുള്ള ഒരു ക്ലെയിമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് തന്നെ അന്ത്യപ്രവാചകൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിനു മുന്നേ ധാരാളം പ്രവാചകന്മാരും വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിക വിശ്വാസം. ഈവൻ ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിനകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ മുഹമ്മദ് നബി അല്ലെങ്കിൽ മറ്റു പ്രവാചകന്മാരിൽ വിശ്വസിക്കുക എന്നുള്ളത്. ഇപ്പം ഖുർആനകത്ത് പോലും അത് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആയത്തുകളുണ്ട് അതിനെ പറ്റിയുള്ള. പിന്നെ നമുക്ക് ഖുർആൻ അൽ ബഖറയിലെ 136 ആയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ പ്രഖ്യാപിക്കുക, ഞങ്ങൾ അല്ലാഹുവിലും അവരിൽ നിന്ന് ഞങ്ങൾക്ക് ഇറക്കിയിട്ടേലും ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാക്ക്, യാക്കൂബ് അവരുടെ സന്താന പരമ്പരകൾ എന്നിവർക്ക് ഇറക്കിക്കൊടുത്തതിലും മൂസായ്ക്കും ഈസായ്ക്കും നൽകിയതിലും മറ്റു പ്രവാചകന്മാർക്ക് തങ്ങളുടെ നാഥനിൽ നിന്ന് അവതരിച്ചവയിലും വിശ്വസിച്ചിരിക്കുന്നു. അവരിൽ ആർക്കും ഇടയിൽ ഞങ്ങൾ ഒരുവിധ വിവേചനവും കൽപ്പിക്കുന്നില്ല. ഞങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരത്രേ. എന്ന് വെച്ചാൽ സബ്മിറ്റിംഗ് അവർ വിൽ ടു ഗോഡ് എന്നുള്ളത്. വൺ ഹു സബ്മിറ്റ് വിൽ ടു ഗോഡ് ഈസ് കാൾഡ് മുസ്ലിം. അപ്പോൾ ഈ ആയത്ത് വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ്, വളരെ ബേസിക് ആയിട്ട് പറയുന്ന കാര്യമാണ്. ഒരു വിശ്വാസിയുടെ ലക്ഷണമായിട്ടാണ് പറയുന്നത്. എന്താണ്, ഒരുപാട് വിശ്വാസി ആവണമെങ്കിൽ ആളെന്ത് ചെയ്യണം? ഈ പറയുന്ന പ്രവാചകന്മാരിലെല്ലാം വിശ്വസിക്കണം. അഥവാ എന്നിട്ട് പേരെടുത്തുകൊണ്ട് തന്നെ ചില ആളുകളുടെ കാര്യം പറയുന്നുണ്ട്. മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇസാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അങ്ങനെ പേരെടുത്തുകൊണ്ട് പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കണം, പ്രവാചകന്മാരിൽ വിവേചനം കൽപ്പിക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് 4-ാം അധ്യായം 150-ാം വചനത്തിലും 151-ാമത്തെ വചനത്തിലും നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്, പ്രവാചകന്മാർക്കിടയിൽ വിവേചനം കൽപ്പിക്കരുത്. ഞങ്ങൾ ചിലരെ വിശ്വസിക്കും, ചിലരെ വിശ്വസിക്കില്ല എന്ന് പറയരുത്. അങ്ങനെ പറയുന്നവർ അവിശ്വാസികളാണ് എന്ന് വളരെ കൃത്യമായിട്ട് 4-ാം അധ്യായം 150-ാമത്തെ വചനത്തിലും 151-ാമത്തെ വചനത്തിലും പറയുന്നത് കാണാൻ കഴിയും. അപ്പം പ്രവാചകന്മാർ ഒരു വിഭാഗത്തെ വിശ്വസിക്കും, മറ്റൊരു വിഭാഗത്തെ വിശ്വസിക്കില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നത് പോലും, അല്ലെങ്കിൽ അത്തരം വിശ്വാസം പോലും ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ വിശ്വസിച്ചു, ഇബ്രാഹിം നബി ഇസ്ലാമിൽ ഒരാൾ വിശ്വസിച്ചില്ല, അങ്ങനെ ആൾ മുസ്ലിമാണോ? ഇസ്ലാം പറയുന്നത് അങ്ങനെ പ്രവാചകന്മാർക്കിടയിൽ നിങ്ങൾ വിവേചനം കൽപ്പിക്കുകയാണെങ്കിൽ, ഒരാളെ വിശ്വസിക്കുകയും മറ്റൊരാളെ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാൻ നിങ്ങൾ അവിശ്വാസികളാണ് എന്ന് വളരെ കൃത്യമായി എക്സ്പ്ലിസിറ്റ് ആയിട്ട് ദുർവ്യാഖ്യാനിക്കാൻ യാതൊരു പഴുതുമില്ലാത്ത രീതിയിൽ ഖുർആനിലുണ്ട് എന്നുള്ളതാണ്. പിന്നെ രവിചന്ദ്രൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. കാരണം മൂപ്പരെ ഇന്നേ വരെ ഒരു കാര്യവും കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് കറക്റ്റായി പറയണം എന്നില്ല. മാത്രമല്ല, നമ്മൾക്ക് ചിലപ്പോൾ അതിശയം കേൾക്കുന്ന ഏതെങ്കിലും പ്രേക്ഷകർ ആദ്യമായിട്ട് രവിചന്ദ്രനെ കുറിച്ചുള്ള സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ തോന്നും, ഇത്ര എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കാര്യം ഒരാൾ തെറ്റിക്കുമോ, അല്ലെങ്കിൽ ഇതൊക്കെ വളരെ ക്ലിയർ ആയി പറയുന്ന കാര്യമല്ലേ, ഇതൊക്കെ ഇങ്ങനെ തെറ്റിച്ചൊരാൾ പറയുമോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അത് രവിചന്ദ്രനെ നിങ്ങൾക്ക് വലിയ രീതിയിൽ അറിയാത്തത് കൊണ്ടാണ് മൂപ്പരെ തെറ്റിച്ച് പറയാത്ത, അല്ലെങ്കിൽ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ തെറ്റിച്ച് പറയുക എന്നുള്ളത് മൂപ്പരുടെ ഒരു സ്ഥിരം ശൈലിയാണ്. ഇറ്റ്സ് നോട്ട് സംതിങ് ന്യൂ. മാത്രമല്ല, സയൻസ് പറയുമ്പോഴും തെറ്റിച്ച് പറയാറുണ്ട്. പറയുമ്പോൾ മാത്രമല്ല, സെർച്ച് ചെയ്യുമ്പോൾ പോലും പുള്ളി അങ്ങനെ ചില ചർച്ച ചെയ്യുന്നതിലും പുള്ളിക്ക് രീതികളുണ്ട്. പുള്ളി എല്ലാത്തിലും അങ്ങനെ ഒരു നാച്ചുറൽ സെലക്ഷൻ ഒരിക്കൽ പറഞ്ഞത് ഭയങ്കര കോമഡി ആയിരുന്നു. ഞാൻ പറഞ്ഞ ഇതിൽ അത്ഭുതമൊന്നും, നമുക്ക് അത്ഭുതം തോന്നുന്നില്ല. കാരണം മതം പറയുന്ന പോട്ടെ, ഇതൊക്കെ പറഞ്ഞാൽ മദ്രസയിൽ പഠിക്കുന്ന ചെറിയൊരു കുട്ടിക്ക് പോലെ അറിയുന്നതാണ് മുസ്ലിങ്ങൾ ഏതൊക്കെ പ്രവാചകർ വിശ്വസിക്കുന്നു എന്നുള്ളത്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ അദ്ദേഹം തെറ്റിച്ച് പറയുന്നു. നോക്കി എത്ര കോൺഫിഡൻറ്റോട് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. രവിചന്ദ്രന് ഇത് പറയാനുള്ള ഒരു കാരണം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ജിയോ ഏരിയയിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ആദർശമാണ്, അല്ലെങ്കിൽ അതൊരു സങ്കുചിതാശയമാണെന്ന് ഇവരുടെ ഒരു സ്ഥിരം വിമർശനം പറയാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ അദ്ദേഹം ബുദ്ധി ഉപയോഗിക്കുന്നത്. പക്ഷെ അപ്പോൾ അത് തീർച്ചയായിട്ടും മണ്ടത്തിലാണെന്നുള്ളത് നമ്മൾ കണ്ടു. അതേസമയം വാസ്തവത്തിൽ ഇത് ശരിക്കും തെളിയിക്കുന്നത് ഇസ്ലാമിൻ്റെ ആ ഒരു പിന്നെ പൊതു സ്വഭാവമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ജൂതൈസം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഈ ബ്രാഹ്മണിസ്റ്റിക് ഐഡിയോളജി എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഒരു എത്നിക്കൽ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, ജന്മപരമായിട്ട് അല്ലെങ്കിൽ ദേശപരമായൊക്കെ മാത്രമാണ് ഈ മതങ്ങൾ നിർവചിക്കപ്പെടുന്നത്. അതേസമയം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ, ഒരു ദേശത്തിൽ, ജന്മത്തിൻ്റെ പേരിൽ, ഗോത്രത്തിൻ്റെയോ കുലത്തിൻ്റെയോ പേരിൽ ഒതുങ്ങി നിൽക്കാതെ അത് വളരെ ജനറൽ ആയിക്കൊണ്ട് മനുഷ്യർക്ക് മുമ്പിൽ ഒരു യൂണിവേഴ്സൽ ഐഡിയ ആയി മുന്നോട്ട് വയ്ക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അത് വളരെ
സാമൂഹ്യമായ അംഗീകാരം നേടിക്കഴിഞ്ഞിട്ടുള്ള പ്രബലമായിട്ടുള്ള ദർശനങ്ങളെ എല്ലാം പേരെടുത്ത് പറയുകയും അതിൻ്റെ പ്രബലരായിട്ടുള്ള പ്രവാചകന്മാരെ എല്ലാം പേരെടുത്ത് പറയുകയും എന്നിട്ട് ആ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ആശയമാണ്. അതല്ലാതെ ഇറ്റ്സ് നോട്ട് സംതിങ് ടു എന്താ പറയുക, ഒരു പരസ്പരം ഒരു യുദ്ധം ഉണ്ടാകേണ്ട അല്ലെങ്കിൽ അടിപിടി ഉണ്ടാക്കേണ്ട ഒരു സാധനമല്ല. നിങ്ങളുടെ പ്രവാചകന്മാരെയും നിങ്ങളുടെ വേദഗ്രന്ഥങ്ങളെയും എല്ലാം അംഗീകരിക്കുന്ന എന്നിട്ട് അതിനെ ഏറ്റവും ശരിയായ രൂപത്തിൽ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയാണ് അടിസ്ഥാനപരമായിട്ട് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാധാരണ ഒരു ഹ്യൂമൻ സൈക്കോളജിയുടെ ഒരു പ്രശ്നമാണ് ഔട്ട് ഗ്രൂപ്പ് ബയാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഐഡിയോളജി ആണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിൽ തന്നെയും പുറത്തു നിന്നുള്ളവനാണ്, വേറൊരു ആശയത്തിൻ്റെയോ ദേശത്തിൻ്റെയോ ആദർശത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം ബയാസോടുകൂടെ, ഒരു അന്യതാബോധത്തോടുകൂടെ, ഒരു വിദ്വേഷപരമായൊക്കെ കാണാനുള്ള ഒരു സ്വഭാവം മനുഷ്യനിൽ ഒരു ജനിതകപരമായി തന്നെ ഉള്ളടങ്ങിയിട്ടുള്ള ഒന്നാണ്. ഈ ഒരു സ്വഭാവത്തിനെ ആക്ച്വലി വളരെ മനോഹരമായി പരിഹരിക്കുകയാണ് ശരിക്കും ഇസ്ലാം ഇങ്ങനെ അതെ. എല്ലാ പ്രവാചകന്മാരെയും ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുന്നതിലൂടെ ചെയ്യുന്നത്. ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ദേശങ്ങളിലേക്കെല്ലാം ഈ സ്വഭാവത്തിൽ പ്രവാചകന്മാർ അയക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും അപ്പോൾ ആ ഒരു ആശയം പറയുന്നതോടുകൂടെ തന്നെ ഇസ്ലാമിന് ഒരു എല്ലാ കൾച്ചറിനെയും എല്ലാ ആശയങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ഒരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ട് എന്നാണ് തെളിയിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, വളരെ സങ്കുചിതമായ ഒരു വ്യക്തിയിലും ദേശത്തിലും ഒതുങ്ങി നിൽക്കുന്ന, അങ്ങനെ ഒന്നും ആകാൻ ഇസ്ലാമിന് ഒരിക്കലും കഴിയില്ല. ഇസ്ലാമിൻ്റെ ബേസിക് ഐഡിയാസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ ജസ്റ്റിസിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ ഈ മറ്റു മതങ്ങളിലേക്കുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ച് തന്നെ ഈ പറഞ്ഞതുപോലെ മറ്റു മതങ്ങളെയെല്ലാം തന്നെ അംഗീകരിക്കുക. എന്നാൽ നമുക്ക് ഇപ്പോൾ രവിചന്ദ്രൻ്റെയൊക്കെ കാഴ്ചപ്പാടിൽ ഒരിക്കലും തന്നെ മറ്റു മതങ്ങളെ അദ്ദേഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഈ പരദൂഷണ സമാനമായിട്ടുള്ള വിദ്വേഷ വർത്തമാനം മാത്രമേ ഉള്ളൂ. അംഗീകരിക്കാന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അതെ. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ട് ഇസ്ലാമിലുണ്ട്. എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതും അതിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ഭാരതീയ ദർശനങ്ങളിൽ കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ ട്രിനിറ്റി പോലെ നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത കുറേ കോംപ്ലക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ വന്നിട്ടുണ്ടാകും. അവർക്കൊന്നും തന്നെ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേറൊരു വഴിയില്ല. എത്തീസം എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ മനുഷ്യരൊരു ഹോപ്പ് നൽകുന്നില്ല, മനുഷ്യൻ്റെ ജീവിതത്തെ വളരെ ഡിപ്രഷനിലേക്കും അർത്ഥമില്ലായ്മയിലേക്കും കൊണ്ടുപോകുന്ന ഒരു സാധനം മാത്രം. അപ്പോൾ ഇവിടെ എല്ലാ ദർശനങ്ങൾക്കും ഒരേ ഒരു ഹോപ്പ് എന്ന് പറയുന്നത്, ഒരേ ഒരു ഭാവി എന്ന് പറയുന്നത് ഇസ്ലാമിനെ പോലെ ഒരു ഐഡിയോളജി വരുന്നത് കൊണ്ടാണ്, പ്രവാചകൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ കാരണം പ്രവാചകൻ പറയുന്നു, നിങ്ങളുടെ എല്ലാ ആശയങ്ങളെയും ആദർശങ്ങളെയും വേദഗ്രന്ഥങ്ങളെയും അംഗീകരിക്കുന്നുണ്ട്. അതിലൊരു പ്രശ്നമുള്ളത്, മനുഷ്യർ സ്വാഭാവികമായിട്ടും സ്വാർത്ഥ താല്പര്യമുള്ള ആളുകളാണ്. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൈകടത്തലുകൾ സ്വാഭാവികമായിട്ട് അവിടെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ശ്രീനാരായണ ഗുരു, അദ്ദേഹം ഒരിക്കലും ഇപ്പോൾ സ്വയം ആരാധിക്കപ്പെടേണ്ട വ്യക്തിയാണെന്ന് തന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ അങ്ങനെയുള്ള ആളുകളെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നീട് വിഗ്രഹവൽക്കരിച്ച് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആരാധനാ പുരുഷന്മാരാക്കി കൊണ്ടുവരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ജീസസിന്റെ വിഷയത്തിൽ ഹൗ ജീസസ് ബിക്കേം ഗോഡ് എന്ന പേരിൽ ബാർട്ട് ഹെർമൻ്റെ ഒക്കെ വർക്കുകളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി അറിയുന്ന കാര്യമാണ്, ബൈബിളിക്കൽ നരേറ്റീവ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്നെ അയച്ച പിതാവിലേക്ക് എന്നും താൻ അയക്കപ്പെട്ട വ്യക്തിയാണെന്നൊക്കെ അദ്ദേഹം ഒരു പ്രവാചകനാണെന്ന് തന്നെ നേർക്കുനേരെ പറയുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഈ ആശയങ്ങളിൽ കാണുന്ന വൈരുദ്ധ്യങ്ങളെല്ലാം പരിഹരിക്കാനുള്ള ഒരേ ഒരു മാർഗം, മനുഷ്യൻ സ്വാഭാവികമായിട്ടും അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് ആശയങ്ങളിൽ കൈകടത്തലുകൾ നടത്തി. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ മതദർശനങ്ങളുടെ ശരിയായ വായനയാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. അതല്ലാതെ ഇറ്റ്സ് നോട്ട് സംതിങ് ഔട്ട്സൈഡ് ഫോർ ദം. അതല്ലാതെ അതുപോലെ തന്നെ അവരുടെ എല്ലാം പ്രവാചകന്മാർ പറഞ്ഞ ആശയത്തിൻ്റെ ശരിയായ ആശയമാണ്, അതിൻ്റെ ഒരു യഥാർത്ഥ രൂപമാണ് നമ്മൾ പറയുന്നത്. അതല്ലാതെ നമ്മൾ പുറത്തുനിന്നുള്ള ഒന്നല്ല, ഒരു അതുമായി വൈരുദ്ധ്യത്തിലോ സംഘർഷത്തിലോ ആകാൻ നിൽക്കുന്ന ഒന്നല്ല. അവരുടെ തന്നെ ആശയത്തെക്കുറിച്ചാണ് നമ്മൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇസ്ലാം പ്രത്യേകമായിട്ട് പറയുന്നത് വെച്ചാൽ എല്ലാ പ്രവാചകന്മാരെ ഫോളോ ചെയ്തിട്ടാണ് ഡിഫറെൻറ്റ് മതങ്ങൾ ഉണ്ടായെന്നുള്ളതാണ്. ഇവൻ നമുക്കിപ്പം വളരെ പ്ലെയിൻ ആയിട്ട് ഉള്ളോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവൻ എറ്റിമോളജി, എല്ലാ മതങ്ങളുടെ എറ്റിമോളജി പരിശോധിച്ചാൽ തന്നെ ഇതൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഫോളോവേഴ്സ് ഓഫ് ക്രിസ്റ്റ് എന്നുള്ളതാണ്. ജൂദാസ് എന്ന് പറയുമ്പോൾ പീപ്പിൾ ഫ്രം ദ കിങ്ഡം ഓഫ് ചോദ എന്ന് പറയുന്ന ഒരു ഇതിന്. പിന്നെ ഹിന്ദുയിസം എന്ന് പറയുമ്പോഴത്തേക്ക് സിന്ധു നദിയുടെ സംസ്കാരത്തിലുണ്ടായിരുന്ന ആൾക്കാരാണ്. ഈ സൊറാസ്ട്രിയനീസ് എടുത്താൽ ഫോളോവേഴ്സ് ഓഫ് സൊറാസ്ട്ര എന്ന് പറയുന്ന ഇതാണ്. അതുപോലെ ജൈനീസ് എടുത്താൽ ഫോളോവേഴ്സ് ഓഫ് ജൈൻ, ബുദ്ധിസം എടുത്താൽ ഫോളോവേഴ്സ് ഓഫ് ഹിന്ദുയിസം, അങ്ങനെ ധാരാളം. എന്തെടുത്താലും അതിൻ്റെ ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ആ ഒരു ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമായിരിക്കും. പക്ഷേ ഇസ്ലാം എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയല്ല, സബ്മിറ്റ് യുവർ വിൽ ടു ഗോഡ് എന്നുള്ളതാണ്. ഒരു പ്രത്യേക പ്രവാചകന് മാത്രമായിട്ട് ഇത് കൊടുക്കുന്നില്ല ഒരിക്കലും. അപ്പം ആ ഒരു ഇൻക്ലൂസീവ്നെസ് നമുക്ക് ആ ഒരു പേരിൽ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലം തൊട്ട് തുടങ്ങി വെച്ചതാണ്, പ്രവാചകനാണ് തുടങ്ങിയെന്നുള്ളത് ധാരണയുണ്ട്. ഇത് ഒന്നാമത്തെ മനുഷ്യർ മുതലുള്ള ഒരു മതമാണ് ഇസ്ലാമെന്നും ദൈവത്തിൽ നിന്നുള്ള ഒരു മതമാണ് ഇസ്ലാമെന്നും അതുകൊണ്ട് തന്നെ ഒരു ആക്സെപ്റ്റൻസ് ഉള്ള യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഉള്ള ഒരു മതമാണ്
ഇസ്ലാം. ഇൻക്ലൂസീവ്നെസ്. അതെ. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ബേസിക് ഐഡിയാസിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു യൂണിവേഴ്സാലിറ്റി നമുക്ക് കാണാൻ കഴിയും. യൂണിവേഴ്സൽ ഐഡിയാസ് നമുക്ക് കാണാൻ കഴിയും. അതെ. ഉദാഹരണത്തിന് പിന്നെ വലിയ പിന്നെ ലിബറൽ ഫിലോസഫേഴ്സ് ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയ ആണ് ഹാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഇസ്ലാമിക് വേർഷൻ ഓഫ് ഹാം പ്രിൻസിപ്പിൾ, ലാലറ വലാദിറാർ എന്നുള്ളത് പ്രവാചകൻ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പിന്നെ ഈ ഒരു പിന്നെ എത്തിക്കൽ ഫിലോസഫിയിലൊക്കെ വരുന്ന ഡിബേറ്റ്സിൽ വളരെ ഫണ്ടമെന്റലായി പറയുന്ന ഒരു കാര്യമാണ് ഗോൾഡൻ റൂൾ. എങ്ങനെയാണ് നമ്മൾ ശരി തെറ്റുകളെ നിർവചിക്കുക എന്നുള്ള വിഷയത്തിൽ അവർ ഫണ്ടമെന്റലി പറയുന്ന ഒന്നാണ് ഗോൾഡൻ റൂൾ എന്ന് പറയുന്ന ഒന്നുണ്ട്. അതായത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്താഗ്രഹിക്കുന്നു അത് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ആഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മോഷ്ടിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ മോഷ്ടിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഒരിക്കലും മർദ്ദിതരാകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ മർദ്ദിക്കരുത്. ഈ പറയുന്ന ഒരു ജനറൽ ഐഡിയ നമുക്ക് തത്വചിന്തകരുടെ ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഈ ഐഡിയ ഈ ബേസിക് ആയിട്ട് മൊറാലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന വിഷയത്തിൽ വരുന്ന ഈ ഐഡിയാസിനെല്ലാം നമുക്ക് ഇസ്ലാമിലും കാണാൻ കഴിയും. പ്രവാചകനും പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് തന്നെ യുഹിബ്ബുൻ നാസ് എന്ന് തന്നെ പറയുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയും ആഗ്രഹിക്കുക എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിവേഴ്സൽ വാല്യൂസ് എന്ന് പറയുന്നത് മൊറാലിറ്റിയുടെയും എത്തിക്സിൻ്റെയും ഒക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആശയം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യമാണ് സഫറിങ്സ് കുറയ്ക്കണം. ഈവൻ കമ്മ്യൂണിസ്റ്റുകൾ അംഗീകരിക്കുന്ന കാര്യമാണ്. ഈവൻ മേ ബി റൈറ്റ് വിങ്സ് അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഇങ്ങനെ സഫറിങ്സ് കുറയ്ക്കണം, ഏറ്റവും നല്ലൊരു ലോകം ഉണ്ടാകണം എന്നുള്ളത്. അപ്പോൾ ഇതേ ആശയങ്ങൾ ഇതേ സ്വഭാവത്തിൽ മുന്നോട്ട് വെക്കുന്ന വളരെ ജനറലായി ദൈവത്തെയും വളരെ ജനറലായി പ്രവാചകന്മാരെയും എല്ലാം അംഗീകരിക്കുന്ന ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഐഡിയോളജി വേറെ ഇല്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും രവിചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് റിയലി എന്താ പറയുക, അത് ഒരു വലിയൊരു ചലഞ്ചാണ്. അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇമാതിരി ലോ ലെവൽ മണ്ടത്തനങ്ങൾ അദ്ദേഹം പറഞ്ഞല്ലാതെ വേറെ വഴിയില്ല എന്നുള്ള. രവിചന്ദ്രൻ പറഞ്ഞ പോലെയല്ല, എല്ലാ പ്രവാചകന്മാരും അംഗീകരിക്കുന്ന ഒരു മതം ഇസ്ലാം മാത്രമാണ്. അത് മുഹമ്മദ് നബിയെ മാത്രമല്ല, ഒന്നാമത്തെ മനുഷ്യർ മുതൽ ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരെയും അക്സെപ്റ്റ് ചെയ്യുന്ന മതം ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിന് ഒരു സ്വീകാര്യത കൂടുന്നത്, പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കിടയിൽ എന്നുള്ളത് വ്യക്തമാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.